ഓ, എനിക്കിന്ന് 50 സ്ലീപ്പർ പുല്ലുവറി അടി. എനിക്കിന്ന് 50 സ്ലീപ്പർ പെയിന്റ് അടി. എന്തൊക്കെ പറഞ്ഞാലും റെയിൽവേ സ്റ്റാഫ് എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു തരിപ്പ്. ആ വെയിലത്ത് അങ്ങോട്ട് പോയി നിൽക്കുമ്പോഴേ ആ തരിപ്പ് അങ്ങ് പൊക്കോളും. വെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് 2 കളിമ്പിൻ ജ്യൂസ് കാച്ചിയാലോ? ഹേ അണ്ണാച്ചി, 2 களிம்பின் ജ്യൂസ് കൊടുങ്കോ. களிம்பின் ஜூஸோ? ആ எங்க வேலை பாக்குന്നത്? മാമ 2 പേര് റെയിൽവേ സ്റ്റാഫ്. ஏமா சட்டி பக்கெட்டு குட்டை எல்லாம் இருக்கு, இதா வேலை? நம்ம வேலைக்கு சட்டி கொட்டை எல்லாம் இருக்கு. ஓ, அப்ப நிறைய சம்பளம் கிடைக்கும். நிறைய காசு இருக்கு, நிறைய காசு கிடைக்கும். உங்களுக்கு கஷ்டமா இருக்குல்ல வேலை எல்லாம்? ஆமா, கஷ்டம்தான். ശരി പോട്ടെ, ഡ്യൂട്ടിക്ക് പോണം. ശരി. പുല്ല് കുറച്ച് എന്റെ പുല്ല് കുറച്ച് എന്റെ കൈ ലെവല് പോയി. ഞാൻ പെയിന്റ് അടിച്ച് കുഴഞ്ഞു. എന്തൊരു വെയിലാ. നമുക്കൊരു കളിമ്പിൻ ജ്യൂസ് കാച്ചിയാലോ? കുടിക്കാം. ഇവിടെ കണ്ടൊരു അണ്ണാച്ചി ഇരുന്നല്ലോ. അണ്ണാച്ചി എങ്കേ? பாப்பா வாங்க, நம்ம கடைதான் வாங்க. அந்த குட்டை சட்டி எல்லாம் வெளியில் வச்சிடுங்க. அந்த ஓரமா ஸ்டாண்டர்ட் பீப்புள்ஸ் വരുന്ന இடம் தானே, அதா. അല്ലണ്ണാച്ചി എന്നാലും എന്നാ കുട്ടൈ സട്ടി தானே ஓரமா வச்சிட. ஆமா, ஒரு வருஷமா வேலை கிடைச்சிருக்கில்லையா? ப்ரொமோஷன் எதுவும் கிடைக்கலையா? ട്രാൻസ്ഫറും കൊടുക്കலையா? നമ്മ ഒരു വർഷത്തില് പെരിയ കട പോട്ട് 2 5 സ്റ്റാർ ഹോട്ടല് വരുത് പേരമ്പത്തൂര്. ശരി, സാപ്പിട്. പാപ്പാവുക്ക് 2 കളിമ്പിൻ ജ്യൂസ് കൂടി കൊടുത്തിട്. എന്നാലും ഒരു വർഷം കൊണ്ട് അണ്ണാച്ചി വെച്ച കട കണ്ടോ? നാട്ടില് വല്ല ചായക്കട ഇട്ടായിരുന്നു നമുക്കും ഇങ്ങനെയൊക്കെ ആവായിരുന്നു. എന്നാൽ റെയിൽവേ സ്റ്റാഫ് എന്ന് പറയുമ്പോ കിട്ടുന്ന ഗെത്ത്. അടുത്തതേ പാക്കിങ്ങാ. കട്ടയും മെറ്റിലും ഒക്കെ പറക്കുമ്പോഴേ ഈ ഗത്ത് അങ്ങ് തീർന്നോളും.